ബഹുമാനമുള്ള സഹോദരങ്ങളെ, വഫാത്തിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടവരുടെ അനുഭവങ്ങൾ എന്ന വിഷയത്തിലെ 4ാമത്തെ പ്രഭാഷണമാണിത്. ഏറെ ആഗ്രഹിക്കപ്പെടുന്ന ഈ വിഷയം വിശ്വാസികളുടെ അകതാരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ഉദാത്തമായ കൊതി സൃഷ്ടിക്കും എന്ന പ്രത്യേകമായ ഒരു താല്പര്യം കൊണ്ടാണ് ഈ പ്രഭാഷണത്തിന്റെ ചില അകപ്പൊരുളുകൾ എടുത്തു പറയേണ്ടി വരുന്നത്. ഇത് ചരിത്രത്തിന്റെ താളുകളിൽ കിടക്കുന്ന വളരെ ഉന്നതമായ ചില യാഥാർത്ഥ്യങ്ങളാണ്. മഹത്തുക്കളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുമാണ്. സ്വഹാബത്തിനടക്കം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇത്തരണത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞു. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നുണ്ടായ 2 സംഭവങ്ങൾ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ അൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ അൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കേൾക്കൂ. സുമ്മ ഇന്നനി ലമ്മ ഫറഗ്തു മിനൽ ഉലൂമി, ശരീഅത്തിന്റെ വിജ്ഞാനങ്ങളിൽ നിന്ന് ഞാൻ വിരമിച്ചപ്പോൾ, അഖ്ബൽതു ബിഹിമ്മത്തി അലാ ത്വരീഖ് സൂഫിയ, സൂഫിയാക്കളുടെ മാർഗം പഠിക്കാൻ വേണ്ടി ഞാൻ മുതിർന്നു. സൂഫിയാക്കളുടെ മാർഗത്തിലേക്ക് ഞാൻ മുന്നിട്ടു. ഇതിനകം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അന്ന സൂഫിയാക്കളാണ് അവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവർ എന്ന യാഥാർത്ഥ്യം എനിക്ക് ഇതിനകം ബോധ്യപ്പെട്ടിരുന്നു. ആരാണ് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. സൂഫിയാക്കളെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും സൂഫിയാക്കൾ ദീനിന്റെ യഥാർത്ഥ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുകയും ചെയ്യുന്ന ആധുനിക മുബ്തദിഅകൾ ഗൗരവമായി ചിന്തിക്കണം. മുബ്തദിഅകളെ സംബന്ധിച്ചിടത്തോളം വസ്തുതയും യാഥാർത്ഥ്യവും പഠിക്കാൻ അവർ തയ്യാറില്ലെങ്കിലും കേവലം അവരിൽ നിന്ന് കേൾക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ആളുകളും അറിഞ്ഞും അറിയാതെയും യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറത്തുപോയവരാണ്. ഇവർക്കൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മനസ്സിലായി സൂഫിയാക്കളാണ്, സൂഫിയത്താണ്, സൂഫികളാണ്, അവരാണ് ഹുമുസ്സാലികൂന ലിതുറുഖില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവർ അവരാണെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനകം ബോധ്യപ്പെട്ടിരുന്നു. വഅന്ന സൈറഹും വസീറതഹും അഹ്സനു സിയർ, അവരുടെ ചലനങ്ങളും അവരുടെ ചരിത്രങ്ങളും അതാണ് യഥാർത്ഥത്തിലെ ചരിത്രവും ചലനവും എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. ത്വരീഖത്തുഹും അഹ്സനു തുറുഖി വഅഖ്ലാഖുഹും അസ്കൽ അഖ്ലാഖി, അവരുടെ മാർഗമാണ് യഥാർത്ഥത്തിൽ ശരിയായ സുന്ദരമായ ദീനിന്റെ മാർഗങ്ങൾ എന്നും, വഅഖ്ലാഖുഹും അവരുടെ സ്വഭാവങ്ങളാണ് അസ്കൽ അഖ്ലാഖി, സ്വഭാവങ്ങളിൽ ഏറെ ശുദ്ധീകരിക്കപ്പെട്ട സ്വഭാവങ്ങൾ എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. ബൽ ലൗ ജമഅ അഖലുൽ ഉഖലാഇ വഹിക്മത്തുൽ ഉലമാഇ വഇൽമുൽ വാഖിഈന അലാ അസ്റാരി ശർഅ മിനൽ ഉലമാ ലിയുഫസ്സിറു ഷൈഅൻ മിൻ സിയരിഹിം വഅഖ്ലാഖിഹിം വയുബദ്ദിലൂഹു ബിമാ ഹുവ ഖൈറുൻ മിൻഹു ലം യജിദു ഇലൈഹി സബീലൻ. ലാഹിരി ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ മശായിഖന്മാർ, സൂഫികളായ നേതാക്കന്മാർ, അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളെക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളെ അഖ്ല് കൊണ്ട് നേരിട്ട് വിജ്ഞാനങ്ങളെ മനസ്സിലാക്കുന്ന ശരീഅത്തിന്റെ ആലിമീങ്ങൾ എത്ര പഠിച്ചാലും അതിനപ്പുറം അവർക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നും ഞാൻ മനസ്സിലാക്കി. ശരീഅത്തിന്റെ ആലിമീങ്ങൾ എന്നും പ്രധാനികൾ തന്നെയാണ്. പക്ഷേ ആ ശരീഅത്ത് പൂർത്തിയാക്കിയതിനു ശേഷം ത്വരീഖത്തിൽ പ്രവേശിച്ച ബഹുമാനപ്പെട്ട മശായിഖന്മാരായ മുറബ്ബികളുണ്ട്. അവരേത് കാലഘട്ടത്തിലും ഉണ്ടാവുകയും ചെയ്യും. ആ വിഷയത്തിൽ പിന്നീടൊരു ചർച്ച നമുക്ക് പറയാം. അതിനേക്കാൾ നല്ല ഒരു മാർഗത്തെ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ലം യജിദു ഇലൈഹി സബീലൻ, അതിനേക്കാൾ നല്ല ഒരു മാർഗത്തെ, അള്ളാഹുവിലേക്കുള്ള മാർഗത്തെ ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ മശായിഖന്മാർ കണ്ടെത്തിയതിനേക്കാൾ വലിയൊരു മാർഗമൊന്നും ഏത് ലാഹിരി ആലിമിനും കണ്ടെത്താനില്ല എന്നും ഞാൻ മനസ്സിലാക്കി. എന്തുകൊണ്ട്? ഫഇന്ന ജമീഅ ഹറകാതിഹിം വസകനാതിഹിം, സൂഫിയാക്കളുടെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളുമെല്ലാം ഫീ ലവാഹിരിഹിം വബവാതിനിഹിം, അവരുടെ ഉള്ളിലും പുറത്തുമെല്ലാം കാണുന്നത് മുഖ്തബസത്തുൻ മിൻ അൻവാരി മിൻ നൂരി മിഷ്കാത്തിൻ നുബുവ, അതെല്ലാം ഇഖ്തിബാസ് ചെയ്യപ്പെട്ടതാണ്, അതെല്ലാം പറ്റിയെടുത്തതാണ്, അതെല്ലാം അതിന്റെ മിഷ്കാത്തുൻ നുബുവ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പ്രകാശത്തിൽ നിന്ന്, ആ മിഷ്കാത്തുൻ നുബുവയിൽ നിന്ന്
എടുത്തതാണ് അമ്പിയാക്കന്മാർ, അവരിൽ നിന്ന് സിദ്ധിച്ചതാണ്. അല്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മിഷ്കാത്തുൽ നബുവയിൽ നിന്ന് കിട്ടിയ പ്രകാശധാരകൾ അവരിൽ പതിച്ചതാണ്, അവർ അത് ഏറ്റെടുത്തതാണ്, അവർക്കത് ലഭിച്ചതാണ്. അങ്ങനെയാണ് ആ പറ്റിയെടുക്കപ്പെട്ട ആ മിഷ്കാത്തുൽ നബുവയിൽ നിന്ന് അവരുടെ കൽബിലേക്ക് വീണ് കിട്ടിയ ആ യഥാർത്ഥമായ മാർഗത്തിലാണ് ബഹുമാനപ്പെട്ട മുത്തഖീങ്ങളായ സൂഫികൾ, ഏതോ കള്ള സൂഫികളെ പറ്റിയല്ല മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. കള്ള സൂഫികൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഉണ്ടാവും. കള്ളനോട്ടുണ്ടാവുന്ന കാലത്തോളം, നല്ല നോട്ടുണ്ടാവുന്ന കാലത്തോളം കള്ളനോട്ടുണ്ടാവും. എന്നതുപോലെ സാലിഹീങ്ങളായ സൂഫികൾ മുത്തഖീങ്ങൾ ഉണ്ടാവുമ്പോൾ കള്ള സൂഫികൾ ഉണ്ടാവും. അതിനർത്ഥം സൂഫികളെ ഒഴിവാക്കാനോ മശായിഖന്മാരെ ഒഴിവാക്കുക എന്നോ അല്ല. ആ മശായിഖന്മാരാണ്, അവരുടെ മാർഗത്തിനാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുക. അതാണ് ത്വരീഖത്തു സൂഫിയ, അതാണ് ത്വരീഖത്തു തർബിയ, അതാണ് ത്വരീഖത്തുൽ ഇസ്ലാം. യഥാർത്ഥത്തിൽ അതാണ് ആ മാർഗം. അവർ അമ്പിയാക്കളുടെ മിഷ്കാത്തിൽ നിന്ന് പട്ടിയെടുത്തതാണ്. അവർക്ക് അതിൽ നിന്ന് ആ പരിശുദ്ധ പ്രകാശം അവരുടെ റൂഹിലേക്ക്, അവരുടെ കൽബിലേക്ക് അടിച്ചു വീശുകയും അത് കാരണമായി അവരിൽ വല്ലാത്ത ആരോഹണങ്ങൾ ഉണ്ടാവുകയും വലിയ മാറ്റങ്ങൾ, വലിയ തറക്കയാത്ത്, വലിയ ഉന്നതമായ ആരോഹണങ്ങൾ റൂഹിയായി അവർക്കുണ്ടാവുകയും അവരെ മുശാഹദത്തിന്റെ ഹുളൂറിലേക്ക്, സാന്നിധ്യത്തിലേക്ക്, പല കാര്യങ്ങളും നേരിട്ട് കാണാനുള്ള സാഹചര്യത്തിലേക്ക് ഉയർത്തപ്പെട്ടവരുമാണ്. ഇവർ തന്നെ പറയുന്നത് നോക്കൂ, ഹത്താ ഇന്നഹും യഅനി അർബാബുൽ ഖുലൂബ്, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട മഹാന്മാരായ സൂഫി നേതാക്കന്മാർ, ഫീ യഖ്ളതിഹിം യുശാഹിദൂനൽ മലായിക, അവർ അവരുടെ ഉണർച്ചയിൽ തന്നെ മലക്കുകളെ കാണും. വഅർവാഹൽ അംബിയായി, അമ്പിയാക്കന്മാരെയും കാണും, സൂഫികൾ കാണും. എങ്ങനെ കാണും? ഫീ യഖ്ളതിഹിം, അവരുടെ ഉണർച്ചയിൽ തന്നെ കാണും, നേരിട്ട് അവർ കാണും. ഫീ യഖ്ളതിഹിം യുശാഹിദൂനൽ മലായിക, അവരുടെ യഖ്ളത്തിൽ തന്നെ കാണും, നേരിട്ട് കാണും. വഅർവാഹൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ റൂഹുകളെ അവർ നേരിട്ട് കാണും. റൂഹിനെ നേരിട്ട് കാണുക, അതിനൊക്കെ അല്ലാഹു അവർക്ക് കഴിവ് കൊടുക്കും, അങ്ങനെ കാണും. പിന്നെയോ വയസ്മഊന മിൻഹും, അമ്പിയാക്കളിൽ നിന്നും മലക്കുകളിൽ നിന്നും ഇവർ കേൾക്കും അസ്വാതൻ, പല ശബ്ദങ്ങളും. വയഖ്തബിസൂന മിൻഹും, അതിൽ നമുക്ക് നേടിയെടുക്കുകയും ചെയ്യും ഫവായിദ, പല ഫായിദകളെയും. അപ്പൊ അമ്പിയാക്കളെ നേരിട്ട് കാണാൻ, മലായിക്കത്തിനെ നേരിട്ട് കാണാൻ ആർക്ക് കഴിയും? മഹാന്മാരായ മശായിഖമാർക്ക് കഴിയും. സൂഫികൾ, അർബാബുൽ ഖുലൂബ്, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ, ആലമുൽ മുശാഹദയിലേക്ക്, പ്രത്യേക ലോകങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ട ഈ മഹത്തുക്കളായ ആരിഫുകളുടെ അവസ്ഥ എന്താ? അവര് ഫീ യഖ്ളതിഹിം, അവർ കാണും. ഫീ യഖ്ളതിഹിം, അവര് യുശാഹിദൂനൽ മലായിക, മലക്കുകളെ കാണും. വഅർവാഹൽ അംബിയാ, അമ്പിയാക്കൾ അർവാഹിനെ കാണും. വയസ്മഊന മിൻഹും, അമ്പിയാക്കളിൽ നിന്ന് കേൾക്കും അസ്വാതൻ, പല ശബ്ദങ്ങളെയും. വയഖ്തബിസൂന മിൻഹും ഫവായിദ, പല കാര്യങ്ങളും അവർ നേരിട്ട് കേട്ടും കണ്ടും അമ്പിയാക്കളിൽ നിന്ന് എടുക്കും. അതിനവർക്ക് കഴിയും. എന്തുകൊണ്ട്? ആ അവസ്ഥയിലേക്ക് അവരുടെ ഹൃദയത്തെ ഉയർത്തപ്പെട്ടിട്ടുണ്ടാവും, ആ അവസ്ഥയിലേക്ക് അവർ റൂഹ് ഉയർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതെങ്ങനെ? ഉറക്കത്തിലല്ല, ഫീ യഖ്ളതിഹിം, ഉണർച്ചി തന്നെ. ഉറക്കിലല്ല, ഇരുന്നേ ഇരുപ്പില്ലേ ആകാശം കണ്ടോർ, ഏതും മലക്കൂത്തിൽ രാജാളി എന്നോർ. ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കാണാൻ അവർക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഇരുന്ന ഇരിപ്പിൽ കാണും, അതായത് യഖ്ളത്തിൽ കാണും. അപ്പോൾ മലക്കുകളെ കാണും, അപ്പോൾ അമ്പിയാക്കളെ കാണും. ഫയസ്മഊന മിൻഹും അസ്വാതാ, മലക്കുകളുടെയും അമ്പിയാക്കളുടെയും ശബ്ദങ്ങൾ അവർ കേൾക്കും. പിന്നെയോ വയഖ്തബിസൂന മിൻഹും ഫവായിദ, പല കാര്യങ്ങളും അമ്പിയാക്കളിൽ നിന്നും മലക്കുകളിൽ നിന്നും നേടിയെടുക്കും യഖ്ളത്തിൽ തന്നെ. ആരാ പറയുന്നത്? ശൈഖുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി, മുജദ്ദിദുൽ ഖർനിൽ ഖാമിസ്, 5-ാം നൂറ്റാണ്ടിന്റെ ഹിജ്റ, 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ശൈഖുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ അൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതിൽ നിന്നാണ് ഇവിടെ സാന്ദർഭികമായി വായിച്ചത്. നിങ്ങൾ ചിന്തിക്കണം, ഇതെല്ലാം യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്. ചിന്തിക്കുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ, നന്മയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ചില സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട
മഹാനായ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തൻവീറുൽ ഹുൽക്കിൽ പറയുന്ന ചില സന്ദർഭങ്ങൾ സാന്ദർഭികമായി ഞാൻ കേൾപ്പിക്കും. ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തൻവീറുൽ ഹുൽക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കേൾക്കൂ. ബഹുമാനപ്പെട്ട മഹാനായ അബൂ അബ്ദുല്ലാഹി അൽ ഖുറശി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അവരാരാ? അവർ ലോകം കണ്ട മഹാന്മാരിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ കബീർ ഖുദ്വത്തു ശുയൂഖിൽ ആരിഫീൻ ബറക്കത്തു അഹ്ലി സമാനിഹി അബൂ അബ്ദുല്ലാഹി അൽ ഖുറശി റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. ആര്? മഹാനായ അവര് ബറക്കത്തു അഹ്ലി സമാനിഹി, അവരുടെ കാലഘട്ടത്തിന്റെ ബറക്കത്തായിരുന്നു മഹാനവർകള്. മാത്രമല്ല ഖുദ്വത്തു ശുയൂഖിൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ പോലും മാതൃകാ പുരുഷനായിരുന്നു ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി അൽ ഖുറശി റളിയല്ലാഹു അൻഹു. ആരാണ് ഇത് പറയുന്നത്? എന്റെ വകയല്ല. ആരാ പറയുന്നത്? മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അബൂ അബ്ദുല്ലാഹി അൽ ഖുറശി റളിയല്ലാഹു അൻഹുവിന്റെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാ എന്ത്? ലമ്മാ ജാഅൽ ഗലാഉൽ കബീറു ഇലാ ദിയാരി മിസ്റ, മിസ്റിലേക്ക് വലിയ ക്ഷാമം, വലിയ വില വർധനവ്, ക്ഷാമം, സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഒരിക്കൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ മിസ്റിൽ വന്നു. വലിയ ക്ഷാമുണ്ടായി, വലിയ ഭക്ഷണക്ഷാമം, ഭക്ഷ്യക്ഷാമം നേരിട്ടു. ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ എന്തുണ്ടാവും? ഗലാഉൽ കബീർ ഉണ്ടാവും, വലിയ വിലവർധനവുണ്ടാവും. സാധാരണ വിലയൊന്നുമല്ല, വലിയ ഉണ്ടാവും. വലിയ ധനാട്യന്മാർക്കല്ലാതെ അക്കാലത്ത് ഭക്ഷണം വാങ്ങാൻ കഴിയില്ല. അങ്ങനെ പലപ്പോഴും ചരിത്രത്തിൽ നേരിട്ടിട്ടുണ്ട്. വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അത് കാരണം വലിയ വിലവർധനവുണ്ടായി. ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോഴാണല്ലോ വിലവർധനവുണ്ടാവുക. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി മുന്നിട്ടു. ആരാ പറയുന്നത്? ബറക്കത്തു അഹ്ലി സമാനിഹി വ ഖുദ്വത്തു ശുയൂഖിൽ ആരിഫീൻ അബൂ അബ്ദുല്ലാഹി അൽ ഖുറശി റളിയല്ലാഹു അൻഹു. ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി മുന്നിട്ടു, അല്ലാഹുവേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ. ഫഖീല ലീ, അപ്പോൾ എന്നോട് പറയപ്പെട്ടതുപോലെയായി, ലാ തദ്ഉ ഫമാ യുസ്മഉ ലി അഹദിൻ മിൻകും ഫീ ഹാദൽ ഹംദി ദുആ, ഈ വിഷയത്തിൽ ഇപ്പോൾ ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല, നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഇപ്പോൾ ദുആ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് എന്നോട് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ഇൽഹാം, അള്ളാന്റെ ആരിഫ്യങ്ങളല്ലേ. നിങ്ങളുടെ ഒന്നും ദുആ ഈ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല. ഫഖീല ലീ, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ലാ തദഅ, ഈ വിഷയത്തിൽ നീ ദുആ ചെയ്യേണ്ട. ഫമാ യുസ്മഉ ലി അഹദിൻ മിൻകും ഫീ ഹാദൽ അംരി ദുആ, ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒന്നും ദുആ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയല്ല ഉള്ളത് എന്ന് പറയപ്പെട്ടു. അപ്പോൾ വിഷമമായി. എന്തുകൊണ്ട്? ജനങ്ങളാകെ വലിയ പൊറുതിമുട്ടിയ ഒരു സാഹചര്യമാണ്. ദുആ ചെയ്യാൻ മെനക്കെട്ടപ്പോൾ ദുആ ഒന്നും ഇപ്പോൾ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമല്ല, നിങ്ങളുടെ ദുആ ഒന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുന്ന സംഗതിയല്ല എന്ന ഒരു വിവരം എനിക്ക് കിട്ടി. ചിലപ്പോൾ അല്ലാഹുവിൻ്റെ ഇൽഹാമായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല ഗൈബിയായ മാർഗങ്ങളിലൂടെയും അവർക്ക് അത്തരം ആരിഫ്യങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും, അതായിരിക്കും. ഏതായാലും ഞാൻ വലിയ വിഷമത്തിലായി. ഫസഅഫർതു, അപ്പോൾ ഞാൻ സഫർ ചെയ്തു ഇല ശാം, ഞാൻ നേരെ ഷാമിലേക്ക് പോയി, അഥവാ ജെറൂസലേമിലേക്ക് പോയി, അഥവാ ഫലസ്തീനിലേക്ക് പോയി. ഫലമ്മ, ഷാമിൽ ആരാണുള്ളത്? മഹാനായ ഷാമിലല്ലേ ബൈത്തുൽ മഖ്ദസ് ഉള്ളത്? ഷാമിലാണല്ലോ മഹാനായ സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ ഷാമിലേക്ക് യാത്ര ചെയ്തു. വളരെ ചിന്തിക്കണം. ബൈത്തുൽ മഖ്ദസിലേക്കല്ല, അവിടെ നിന്ന് കിലോമീറ്റർ അനവധിയുണ്ട്. ഹിബ്രോണിലേക്ക്, അഥവാ ഖലീലിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി മറവിട്ട് കിടക്കുന്നത്. അബൂ അബ്ദുല്ലാഹി അൽ ഖുറശി തങ്ങൾ പറയുന്നു, ഞാൻ നേരെ ഇബ്രാഹിം നബിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഈ വിഷയം അവിടെ പോയി പറയാം. ചിന്തിക്കണം. ചിന്തിക്കുന്നവർക്കൊക്കെ ഇതിൽ പാടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മഖബറയിൽ പോയി ദുആ ചെയ്യാൻ പാടില്ല. മഖബറയിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാനൊന്നും പാടില്ല എന്നൊക്കെ പറയുന്ന ആധുനിക മുബ്തദിഈകളെ കേൾക്കുന്ന ആധുനിക സുന്നികളോടാണ് ഇത് പറയുന്നത്. മുബ്തദിഈങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ മുബ്തദിഈങ്ങളെ കേൾക്കുന്ന സുന്നികൾ, ആ സുന്നികൾക്ക് ഇതിൽ പാടുണ്ട്.
സാഫർതു ഇല ശാം, അങ്ങനെ ഞാൻ ഷാമിലേക്ക് യാത്ര ചെയ്തു. ഫലമ്മ എവിടെ പോയതെന്ന് അടുത്ത വരി പറയുന്നുണ്ട്. വലമ്മ വസൽതു ഇലാ ഖരീബിൽ റീഹിൽ ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖബറയുടെ ഏകദേശം അടുത്തേക്ക് ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. ലഖാനിൽ ഖലീൽ, മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടുമുട്ടി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ മഖബറയുടെ പുറത്ത് വെച്ച് കണ്ടു. ഫഖുൽതു, അങ്ങനെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഖബറയുടെ പുറത്തുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താവുന്നത് BC 1822 1822 എന്നാണ് ലഭ്യമായ ചരിത്രം. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്ത് BC 1822 കണക്കാക്കപ്പെടുന്നു. ഇത് ഹബീബ റസൂലുള്ളാഹിന്റെ നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞിട്ടാണ് അബു അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ ഏകദേശം ഒരു 3-3.5 സഹസ്രാബ്ദങ്ങളല്ല, ഒരു 3-3.5 സഹസ്രാബ്ദങ്ങൾ വ്യത്യാസമുണ്ട്. ഒരു 3500 കൊല്ലത്തെ വ്യത്യാസം. ഏകദേശം ഒരു 3500ഓളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 3500 കൊല്ലത്തിനോളം വ്യത്യാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പോയി അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ മഖ്ബറയുടെ പുറത്ത് വെച്ച് എന്നെ കണ്ടു. ഇബ്രാഹിം നബിയെ ഞാൻ നേരിട്ട് കണ്ടു. എവിടെ? മഖ്ബറയുടെ പരിസരത്ത് വെച്ച് ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു അലൈഹിസ്സലാം. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം, ഇജ്അൽ ളിയാഫതി ഇൻദക ദുആ ലി അഹ്ലി മസ്റ, ഞാൻ ഏതായാലും നിങ്ങളുടെ വിരുന്നുകാരനായി വന്നതാണ്. എനിക്ക് വിരുന്ന് നൽകേണ്ടത് ഇന്ന് മിസ്രികൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. 3000 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി മറവ് ചെയ്യപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ മഖ്ബറയുടെ പരിസരത്ത് വെച്ച് കണ്ടു. ആരാ പറയുന്നത്? അബു അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു. ആരാ ഉദ്ധരിക്കുന്നത്? ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, അവരുടെ കിതാബിലാണ് ഇത് ഞാൻ വായിക്കുന്നത്. തൻബീറുൽ ഹുൽഖ് എന്ന അവരുടെ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു കിതാബിൽ നിന്നാണ് ഇത് വായിക്കുന്നത്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായിട്ടുള്ളവരെ, ഇജ്അൽ ളിയാഫതി ഇൻദക ദുആ ലി അഹ്ലി മിസ്റ, ഞാൻ നിങ്ങളുടെ വിരുന്നുകാരനാ, അപ്പൊ എനിക്ക് വിരുന്ന് തരണം. ഇജ്അൽ ളിയാഫതി ഇൻദക ദുആ ലി അഹ്ലി മിസ്ർ, ഇന്ന് ഞാൻ നിങ്ങളുടെ വിരുന്നുകാരനാണ്. എനിക്ക് നൽകേണ്ട വിരുന്ന് മിസ്രികൾക്ക്, എന്റെ നാട്ടുകാർക്ക്. മിസ്ർ നാട്ടിൽ വലിയ പ്രയാസം, ദാരിദ്ര്യവും ക്ഷാമവും വിലക്കയറ്റവും സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് നേരായ വഴിക്കാകാനും ക്ഷാമമില്ലാതാകാനും ജനജീവിതം സാധാരണഗതിയിലാവാൻ സാധാരണക്കാർ വളരെ കഷ്ടപ്പാടിലാണ്. ഭക്ഷണം കിട്ടുന്നില്ല, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഇതിനൊരു പരിഹാരമായി അങ്ങ് ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഞാൻ മഖ്ബറയുടെ പുറത്ത് വെച്ച് ഇബ്രാഹിം നബിയെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു ലഹും, മിസ്രികൾക്ക് വേണ്ടി. ഫഫറജല്ലാഹു അൻഹും, അത് കാരണം അല്ലാഹു ആ ക്ഷാമത്തെ നിവർത്തിച്ചു കൊടുക്കുകയും വിലക്കയറ്റം പരിഹരിക്കുകയും ദാരിദ്ര്യം ഇല്ലാതാവുകയും ജനജീവിതം സുഖകരവും സാധാരണഗതിയിൽ ആവുകയും ചെയ്തു. ആരാ പറയുന്നത്? അബൂ അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു, ഫരീദു അഹ്ലി സമാനിഹി, ആ കാലഘട്ടത്തിലെ അത്രയും വലിയ മഹാനായിരുന്നു അവരാണ് ഇത് പറയുന്നത്. ഈ സംഭവം ഉദ്ധരിച്ചു സുയൂത്തി ഇമാം പറയാണ്, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖൗലുഹു ലഖാനിൽ ഖലീലു ഖൗലു ഹഖ്ഖിൻ, എന്നെ ഇബ്രാഹിം നബി കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഖൗലു ഹഖ്ഖിൻ, അത് ഹഖ്ഖിന്റെ വാക്കാണ്. ലാ യുൻകിറുഹു, അതിനെ നിഷേധിക്കുകയില്ല, ഇല്ല ജാഹിലുൻ, ഒരു ജാഹിലല്ലാതെ. ലിമഅരിഫത്തി മാ യരിദു അലൈഹിം, ഔലിയാക്കന്മാർക്ക് വരുന്ന അവസ്ഥകളെ അറിയാത്ത ജാഹിലല്ലാതെ ഇത് നിഷേധിക്കൂല. ഞാൻ ഇബ്രാഹിം നബിയെ മഖ്ബറയുടെ പുറത്ത് വെച്ച് നേരിട്ട് കണ്ടു എന്ന് അബൂ അബ്ദുല്ലാഹിൽ ഖുറശി എന്ന ലോകം കണ്ട മഹാൻ പറയുന്നത്. ലാ യുൻകിറുഹു, അതിനെ നിഷേധിക്കുകയില്ല, നേരിട്ട് കണ്ടു
എന്ന് പറയുന്നത് നിഷേധിക്കുകയില്ല. ഇല്ല ജാഹിലുൻ, ജാഹിലല്ലാതെ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് ഉള്ള അഹ്വാലുകളെ അറിയാത്ത ജാഹിലല്ലാതെ. ഏതാണ് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ അഹ്വാലുകൾ? യുശാഹിദുന ഫിയാ, ആ പല അവസ്ഥയിലും അവർ നേരിട്ട് കാണും. മലക്കൂത്ത സമാഇ വൽ അർദി, ആകാശ ഭൂമികളുടെ നിഗൂഢ ലോകങ്ങളെ നേരിട്ട് കാണാൻ അവർക്ക് കഴിയും. വയൻളുറൂനൽ അംബിയാ, അംബിയാക്കന്മാരെ അവര് നോക്കി കാണും. അഹ്യാഅൻ ഗൈറ അംബാത്തിൻ, ജീവിച്ചവരായിട്ട് ജീവിക്കുന്ന നിലയിൽ കാണാൻ അവർക്ക് കഴിയും. ഗൈറ അംബാത്തിൻ, മരിച്ച നിലയിലല്ല, അതായത് മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന അവസ്ഥയിലല്ല, പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന നിലയിൽ അംബിയാഇനെ നേരിട്ട് കാണാൻ അവർക്ക് കഴിയും. കമാ നദറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മൂസ അലൈഹിസ്സലാം ഫിൽ അർളി, ഭൂമിയിൽ റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബായ നബി പറഞ്ഞില്ലേ, നിസ്കരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെയുള്ള അവസ്ഥയില് അമ്പിയാക്കന്മാരെ നേരിട്ട് കാണാൻ, നേരിട്ട് ഉറക്കമല്ല യഖ്ലത്തിൽ നേരിട്ട് കാണാൻ ഔലിയാക്കൾക്ക് കഴിയും. ونظره أيضا هو وجماعة من الأنبياء في السماوات وسمع منهم خطابات وقد تكرر أن ما جاز للأنبياء معجزة جاز للأولياء كراما. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഉണ്ടാകുന്നത് ഔലിയാക്കൾക്ക് കറാമത്തായി സംഭവിക്കും. അപ്പോൾ അമ്പിയാക്കന്മാരെ നേരിട്ട് കാണും, നേരിട്ട് സംസാരിക്കും, സംസാരം കേൾക്കും, പലതും നടക്കും. ലാ യുൻകിറുഹു, ഇത് നിഷേധിക്കുകയില്ല. ഇല്ല ജാഹിലുൻ, ഒരു ജാഹിൽ അല്ലാതെ. ജാഹിലിന് പിന്നെ എന്ത് നിഷേധിക്കാം? ജാഹിലാകാൻ നേർച്ചയാക്കിയ ആളുകളുണ്ട്, അവർക്കും നിഷേധിക്കാം. അവർ ജാഹിലായേ അടങ്ങുന്ന, അവർക്ക് നേർച്ചയാണ്, പിന്നെ അവരെ നന്നാക്കാൻ കഴിയില്ല. അവരല്ലാതെ അത് നിഷേധിക്കുകയില്ല. ആരാ പറയുന്നത്? ഇമാം യാഫിഈ. ആരാ ഉദ്ധരിക്കുന്നത്? ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി. ആരാണ് അനുഭവസ്ഥൻ? ലോകം കണ്ട മഹാന്മാരിൽ ഒരാളായ അബൂ അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു. നേരത്തെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ സദസ്സിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതുപോലെയുള്ള ഒരു അനുഭവം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടതുപോലെ ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു തന്റെ മജ്ലിസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ യഖ്ലത്തിൽ നേരിട്ട് കണ്ട ഒരു സംഭവം മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയുന്നത് കേൾക്കൂ. ഖാല അബൂ ത്വാഹിർ മുഹമ്മദ് അലി അൽ അല്ലാഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂ ത്വാഹിർ മുഹമ്മദ് അലി അൽ അല്ലാഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? ഹലർതു അബൽ ഹുസൈൻ ഇബ്നു സംഊൻ യൗമൻ ഫി മജ്ലിസിൽ വഅളി. മഹാനായ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹുവിന്റെ വഅളിന്റെ മജ്ലിസിൽ ഒരിക്കൽ ഞാൻ ഹാജരായി. വലിയ വഅളായിൽ ചരിത്രം കണ്ട വഅളമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു. അവരുടെ വഅളിന്റെ ശകലങ്ങളൊക്കെ താരീഖിന്റെ പല കിതാബുകളിലും രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹുവിന്റെ വഅളിന്റെ മജ്ലിസിൽ ഒരിക്കൽ ഞാൻ പങ്കെടുത്തു. വഹുവ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു ജാലിസുൻ അലാ കുർസിഹി, തന്റെ കസേരയിൽ ഇരിക്കുകയാണ്. യതകല്ലമു, വഅള് പറഞ്ഞുകൊണ്ട് കസേരയിൽ ഇരുന്ന് വഅള് പറയുകയാണ്. ആരി? ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു. വകാന അബുൽ ഫത്ഹിൽ ഫറാസ്, അബുൽ ഫത്ഹിൽ ഫറാസ് റളിയല്ലാഹു അൻഹു ജാലിസൻ ഇലാ ജംബിൽ കുർസി, ആ കസേരയുടെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹിൽ ഫറാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്റെ മജ്ലിസിൽ ഒരു ഷെയ്ഖിന് പെട്ടെന്ന് ഉറക്കം വന്ന ഒരു സംഭവം പോലെ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു മജ്ലിസിൽ കണ്ട ഒരു സംഭവം ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ഈ കിതാബിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു വഅള് പറയാണ്. വഅളിന്റെ മജ്ലിസിൽ അബുൽ ഫത്ഹിൽ ഫറാസ് റളിയല്ലാഹു അൻഹു ജാലിസൻ ഇലാ ജംബിൽ കുർസി, ഇബ്നു സംഊന്റെ റളിയല്ലാഹു അൻഹു വഅളിന്റെ ഇരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് താഴെ ഇരിക്കുന്നുണ്ട് അബുൽ ഫത്ഹിൽ ഫറാസ് റളിയല്ലാഹു അൻഹു. ഫഗശിയഹു നുആസു, അപ്പോൾ അബുൽ ഫത്ഹ്, താഴെ ഇരിക്കുന്ന അബുൽ ഫത്ഹ്, വഅള് കേട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അബുൽ ഫത്ഹിന് ചെറിയ ഒരു തൂങ്ങി ഉറക്കം വന്നു. ഫനാമ,
തൂങ്ങി ഉറക്കം വന്നു എന്നല്ല, വനാമ അവര് ഉറങ്ങി. ഫഅംസക അബുൽ ഹസൻ ഇബ്നു സംഊൻ സഅ അനിൽ കലാം. കുറച്ചു നേരം ഇബ്നു സംഊൻ വഅള് നിർത്തി. അവിടെ ഇങ്ങനെ ഉറക്കം നടക്കുന്നുണ്ട്. താഴെ തന്റെ വഅള് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഉറങ്ങുക. അപ്പോൾ വർത്തമാനം വഅള് നിർത്തി. ആര്? ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു വഅള് നിർത്തി. അബുൽ ഫതഹിന്റെ ഉറക്കം തീർന്ന് അദ്ദേഹം യഖ്ലത്തിലേക്ക് വരുന്നത് വരെ, ഉണർച്ചയിലേക്ക് വരുന്നത് വരെ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു തന്റെ വഅള്, തന്റെ പ്രസംഗം നിർത്തി. ഇസ്തയഖല അബുൽ ഫതഹ് വറഫഅ റഅസഹു. അബുൽ ഫതഹ് റളിയല്ലാഹു അൻഹു ഉറക്കം ഉണർന്നു, തല ഉയർത്തി. ഫഖാല ലഹു ഇബ്നു സംഊൻ. അപ്പോൾ വായിലായ അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു അബുൽ ഫതഹിനോട് പറഞ്ഞു, റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടു അല്ലേ? ഫീ നൗമിക, നിങ്ങൾ ആ ഉറക്കത്തിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടില്ലേ? ഖാല, അബുൽ ഫതഹ് പറഞ്ഞു, നഅം, അതെ ഞാൻ കണ്ടു. ഖാല, അപ്പോൾ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു വായിലായ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു ചോദിക്കാം താഴെ ഇരിക്കുന്ന അബുൽ ഫതഹിനോട്, റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടു അല്ലേ ഉറക്കത്തിൽ? ഖാല നഅം. അബുൽ ഫതഹ് പറഞ്ഞു, അതെ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പോൾ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലാലിക അംസക്തു അനിൽ കലാം, അതുകൊണ്ടാണ് ഞാൻ വഅള് കുറച്ചു നേരം നിർത്തിയത്. ഖൗഫൻ മിൻ അൻ യൻസഇജ വയൻഖതിഅ മാ കുൻത ഫീഹി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഖലൽ വരണ്ട, റസൂലുള്ളാഹിനെ ശരിക്കും കണ്ടോട്ടെ, റസൂലുള്ളാഹിനെ ശരിക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് റസൂൽ അവിടെ സദസ്സിൽ വന്നതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ മിണ്ടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വഅള് നിർത്തിയതാണ് എന്ന് മഹാനായ അബുൽ ഹുസൈൻ ഈ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു അബുൽ ഫതഹിനോട് പറഞ്ഞു. ഫഹാദ, എന്നിട്ട് ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹാദ, ഈ സംഭവം യുശ്ഇറു, അറിയിക്കുന്നുണ്ട്, ബിഅന്ന ഇബ്നു സംആൻ റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലതൻ ലമ്മാ ഹളറ വറആഹു അബുൽ ഫതഹ് ഫീ നൗമിഹി. അബുൽ ഫതഹ് ഉറക്കിൽ കണ്ടപ്പോൾ ഇബ്നു സംഊൻ ഉണർച്ചയിൽ കണ്ടു എന്നാണ് ഈ സംഭവത്തിന്റെ അർത്ഥം. ആരാ പറയുന്നത്? ഞാനല്ല, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ഫഹാദാ, ഈ സംഭവം യുശ്ഇറു, അറിയിക്കുന്നുണ്ട്, ബിഅന്ന ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹു റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയെ കണ്ടു, യഖ്ലതൻ, നേരിട്ട്, ലമ്മാ റആഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഫതഹി ഫിൽ മനാം, അബുൽ ഫതഹ് റസൂലുള്ളാഹിനെ ഉറക്കിൽ കണ്ടപ്പോൾ അതേ സദസ്സിൽ ഇബ്നു സംഊൻ റസൂലുള്ളാഹിനെ ഉണർച്ചയിൽ കണ്ടു. ഹബീബ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് മാത്രമല്ല, ഇബ്നു സംഊന്റെ ഉറക്കിൽ ഇപ്പോൾ, അബുൽ ഫതഹിന്റെ ഉറക്കിൽ ഇപ്പോൾ നബിയാണ് വന്നിട്ടുള്ളത് എന്നും കണ്ടു, നബിയെയും കണ്ടു. ആര് കണ്ടു? ഇബ്നു സംഊൻ കണ്ടു റളിയല്ലാഹു അൻഹു. വെറുതെ വയൽ പറഞ്ഞിരുന്ന ആളായിരുന്നില്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാർ പലപ്പോഴും വയൽ പറഞ്ഞിട്ടുണ്ട്. ആ വയൽ കേട്ട് ലോകം മുഴുവനും നന്നായിട്ടുണ്ട്. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. ഞങ്ങളും ഞങ്ങളെ കേൾക്കുന്നവരും നന്നായി തീരാൻ ഞങ്ങളുടെ ഒരു കാരണമാവുകയും ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളെ കേൾക്കുന്നവരുടെ ഹൃദയത്തെയും ഇതുവഴി നീ നന്നാക്കി തരുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ വഅള് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട വഅളാണ് ആരി ബഹുമാനപ്പെട്ട ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് തന്റെ സദസ്സിൽ ഹബീബായ നബിയെ കാണാൻ കഴിയും. ആരെ ഇത് ഉദ്ധരിക്കുന്നത്? ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ഈ സംഭവം ഉണ്ടായത് വലിയ ആരിഫുമായ ഇബ്നു സംഊന്റെ മജ്ലിസിലാണ്. ഈ കഴിഞ്ഞ 3-ാം പ്രഭാഷണത്തിൽ ഇതേപോലെ ഒരു സംഭവം ഖുത്ബുൽ അഖ്താബ് അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു തന്റെ സദസ്സിലുള്ള ആൾ വയല് കേട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൂങ്ങി ഉറങ്ങിയപ്പോൾ റസൂലുള്ളാഹിനെ കണ്ടത് യഖ്ലത്തിൽ താൻ ഹബീബായ നബി അവിടെ വന്ന് അയാളുടെ സ്വപ്നത്തിൽ പ്രവേശിക്കുന്നതായി നേരിട്ട് താൻ കണ്ടു എന്ന് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് നടപ്പുള്ള കാര്യമാണ്. അവർക്കത് പ്രയാസമല്ല. അതേത് സമാനിലും ഉണ്ടാവും ചെയ്യും. ഇന്നിപ്പോ ചില ആളുകൾക്ക് ചില പോയത്തക്കാര് പറയുന്നുണ്ട്, ഇനി അങ്ങനത്തെ ഔലിയാക്കന്മാരൊന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ബുക്ക് നോക്കി നന്നാവുകയാണ് നല്ലത്. ബുക്ക് നോക്കി നന്നാകാം,
അത് കറസ്പോണ്ടൻസ് കോഴ്സാണ്. കോളേജ് പോയി നന്നാകാം. ഏതായാലും കോളേജ് റെഗുലർ സ്റ്റുഡൻ്റ് ആകുന്ന വീര്യം ഒരു കറസ്പോണ്ടൻസ് കോഴ്സിന് ഉണ്ടാവില്ല എന്നെങ്കിലും പോയത്തക്കാർ മനസ്സിലാക്കുന്നത് നന്നു. ഇപ്പം ഇന്നിപ്പോൾ കുറേ പോയത്തക്കാരെ വാദങ്ങളാ. എന്താ പുതിയ പോയത്തക്കാരുടെ വാദങ്ങൾ? ഔലിയാക്കന്മാരെ കാലമൊക്കെ കഴിഞ്ഞു, മുറബികളെ കാലം കുറഞ്ഞു, ഇനി ഷെയ്ഖ് മുറബിയൊന്നും ഉണ്ടാവില്ല, ഇനിയൊക്കെ ഉള്ളത് കള്ള ഷെയ്ഖന്മാരാണ്. പിന്നെ എന്താ മാർഗം? ബുക്ക് ഒന്ന് നോക്കി എന്നാക്കുക. അതിന് അതും അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതെന്താ? ബുക്ക് വായിച്ചു കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ അവലംബിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബുക്ക് വായിച്ചാൽ മതി, ബുക്ക് ഓതി കൊടുക്കുക. ഇന്ന് നന്നാണ് അത്ര ഇനി നന്നാവുള്ളൂ. ഇനി തെർബിയത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി മുറബ്ബിയ മശായിഖന്മാരൊന്നും ഉണ്ടാവില്ല. ചില പോയത്തക്കാർ പറയുന്ന വർത്തമാനങ്ങളാണ്. ആ പോയത്തക്കാരുടെ ജഹ്ല് നാട്ടിൽ പരക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒക്കെ നമ്മൾ അവലംബിച്ചോളൂ. നമ്മൾ ഈ ബുക്ക് കോഴിക്കോട് നിന്ന് കിതാബിന് വാങ്ങിക്കൊണ്ടുവരിക, അതാണ് ഓതി കൊടുക്കുക. അതന്നെ, അത് നല്ലതല്ലേ? തീർച്ചയായും നല്ലതാണ്. ശരിയാത്തല്ലാത്തൊരു ഒന്നുമില്ല. ശരിയാത്താണ് ദീന്, ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് അള്ളാഹു തആല ഫായിദ കൊടുത്ത ആളുകൾ ത്വരീഖത്തിൽ പ്രവേശിക്കും, അതിൽ നിന്ന് ഹഖീഖത്തിൽ പ്രവേശിക്കും. അവർക്ക് ലോകത്തെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അവർക്ക് അള്ളാഹു തആല ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ, ത്വയ്യിബത്തായ ജീവിതം കൊടുക്കും. അതെങ്ങനെ? അത് ഓരോരുത്തരും ത്വയ്യിബത്ത് ഓരോ തട്ടിലാണ്. അവർ ചില ആളുകൾ ഭക്ഷണം കഴിക്കാതെ അള്ളാഹുവിന്റെ ശുഹൂദിലായി കഴിഞ്ഞോടും. ഭക്ഷണം പോലും കഴിക്കൂല. പിന്നെന്തേ? സന്തോഷമായി ജീവിക്കും. ഭക്ഷണം കഴിക്കൂല. എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കൂല? ഭക്ഷണം ആവശ്യമില്ല. ഇങ്ങനെ ആലം ശുഹൂദിൽ നോക്കിയിരിക്കുകയാണ്. ഭക്ഷണം ആവശ്യമില്ല. കൊല്ലക്കണക്കിന് ഭക്ഷണം കഴിക്കുകയില്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരണ്ട് കാലം പോത്ത് നടന്നോറ്. ഇത് 800 കൊല്ലം മുമ്പ് മാത്രം നടന്നതല്ല, ഇന്നും നടക്കുന്നതാണ്. ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഊണൊന്നും ഉറക്കമൊന്നും ഇല്ലാതെ ആലം ശുഹൂദിൽ നോക്കി അങ്ങനെ സന്തോഷിക്കുകയും ലക്ഷക്കണക്കായ ആളുകളെ തെർബിയത്ത് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് കഴിവില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചില്ല എന്ന് പറയരുത്. ഒരാളെ അള്ളാഹു വഴികേടിലാക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഇത്തരം ആളുകളെ കാണൂല, പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകളെ അള്ളാഹു ദലാലത്തിലാക്കാൻ ഉദ്ദേശിക്കും. അവർക്ക് പിന്നെ അത്ര ആളുകളെ കണ്ടെത്താൻ കഴിയൂല. പാവം, സഹതപിക്കാം, അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു സമഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഉണ്ടായ ഔത്തുൽ ആലമിന്റെ മജ്ലിസ് പോലെ ഉണ്ടായ ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു നുഅ്മാൻ തന്റെ മിസ്ബാഹുൽ ഗുലാം ഫീ മുസ്തഈനീന ബിഖൈരിൽ അനാം എന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു സംഭവം പറയുകയാണ്. ആര്? ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അൽ ഇമാം ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മിസ്ബാഹുൽ ഗുലാം ഫിൽ മുസ്തഈന ബിൻ ഖൈറിൽ അനാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. എന്താണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? ഖാല മൂസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു യൂസുഫ് ഇബ്നു അലി അസ്സനാത്തി, ഞാൻ യൂസുഫ് ഇബ്നു അലി അസ്സനാത്തി റളിയല്ലാഹു അൻഹുവിനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. യുഹക്കി, അവർ ഉദ്ധരിക്കുന്നുണ്ട്, അനിമ്രാത്തിൻ ഹാഷിമിയ, ഒരു സയ്യിദത്തായ മഹദിയെ പറ്റി. കാനത്ത് മുജാവിറത്തൻ ബിൽ മദീന, അവർ മദീനയിൽ താമസിക്കുകയായിരുന്നു. ഒരു മദീനയിലായിരുന്നു. മദീനയിൽ എപ്പോഴും മദീനയിൽ പാർക്കുന്നവരായിരുന്നു. അവർ മദീനയിൽ പാർത്തിരുന്ന കാലത്ത് ഈ ഇമ്രാത്തുൻ ഹാഷിമിയ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു മഹദി വന്ന് മദീനയിൽ പാർത്തിരുന്നു. വകാന ബഅദുൽ ഖുദ്ദാമി യുദിഹാ, രാജസേവകന്മാരിൽ ചിലർ ഈ മഹദിയെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. പല പേരിൽ പ്രയാസപ്പെടുത്തുക, പോലീസുകാർക്കും മറ്റോ കണ്ടല്ലോ ചില ശല്യപ്പെടുത്തൽ, അങ്ങനെ എന്തെങ്കിലും നിയമം പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുക. ഒരു സാധുവായ ഒരു ഇമ്രാത്തുൻ ഹാഷിമിയ, ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു മഹദി മദീനയിൽ വന്ന് താമസിച്ചിരുന്നു. അവരെ എപ്പോഴും രാജസേവകന്മാരായ ചില പോലീസുകാർ ബുദ്ധിമുട്ടിച്ചിരുന്നു. കാലത്ത് ഈ മഹദി പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു യൂസുഫ് ഇബ്നു അലി അസ്സനാത്തിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവർ പറയുകയാണ്,
ബഹുമാനപ്പെട്ട യൂസുഫ് ബിൻ അലി അസ്സനാത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ മഹദി ഈ പോലീസുകാർ വല്ലാതെ ബുദ്ധിമുട്ടിക്കും, സേവകന്മാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ കാലത്തെ അവര് പറഞ്ഞു, ഞാൻ ഹബീബായ നബിയോട് ഇസ്തിഗാസ നടത്തി. ഞാൻ ഹബീബായ നബിയോട് പോയിട്ട് റൗളയിൽ പോയി പറഞ്ഞു, നബിയെ എന്നാൽ ആളുകളൊക്കെ എന്നെ പ്രയാസപ്പെടുത്തുകയാണ്, എനിക്കിവിടെ മദീനയിൽ തന്നെ പാർക്കണം, പക്ഷെ ഇന്ന ചില ആളുകൾ പല നിയമവും പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാണ്, എനിക്ക് മദീനയിൽ താമസിക്കാൻ പ്രയാസമാണ് നബിയേ എന്ന് ഞാൻ നേരിട്ട് പോയി മഹാനായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ഞാൻ പോയി പറഞ്ഞു. അപ്പോൾ റൗളയിൽ നിന്ന് തിരിച്ച് മറുപടി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പോയി റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ നടത്തി, നേരിട്ട് ഹബീബായ നബിയോട് പോയി പറഞ്ഞു, നബിയെ എനിക്ക് മദീനയിൽ എന്നും പാർക്കണം, പക്ഷെ ഇവിടെ സമ്മതിക്കുന്നില്ല ചില പോലീസുകാർ. അപ്പോൾ റൗളയിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു, സമിഅതു ഖായിലൻ യഖൂൽ മിനർ റൗള ഫസമിഅതു ഖായിലൻ മിനർ റൗള യഖൂൽ. എന്താ പറയുക? അമാലക ഫിയ ഉസ്വത്തുൻ, നിനക്ക് എന്നിൽ മാതൃകയില്ലേ, നിനക്ക് എന്നിൽ മാതൃകയില്ലേ? ഫസ്ബിരി, നീ ക്ഷമിക്ക്. എൻ്റെ അയൽക്കാരും മറ്റുമെല്ലാം എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ മക്കയിൽ എന്തൊക്കെ അയൽക്കാർ എന്നെ ബുദ്ധിമുട്ടിച്ചു, എത്ര അവിടുത്തെ കിങ്കരന്മാരും നേതാക്കളും ബുദ്ധിമുട്ടിച്ചു. ഞാൻ ക്ഷമിക്കുകയല്ലേ പെണ്ണെ ചെയ്തത് എന്നല്ലേ മഹദി ചെയ്തത്? തൻ്റെ പൗത്രിയാണ്, ഹാഷിമിയത്തല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണെ ക്ഷമിക്ക്, നീ നിനക്ക് അമാലക ഫിയ ഉസ്വ, നിനക്ക് എന്നിൽ മാതൃകയില്ലേ? ഫസ്ബിരി, നീ ക്ഷമിക്കുക, കമാ സബർതു, ഞാൻ ക്ഷമിച്ചതുപോലെ. കാലത്ത് ഈ മഹദി പറയുന്നു, ഫസാല അന്നി മാ കുന്തു ഫീഹി, പിന്നെ എൻ്റെ പ്രയാസം നീങ്ങിപ്പോയി. വമാതൽ ഖുദ്ദാമു സലാസ അല്ലദീന കാനു യുദൂനനി, എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന പോലീസുകാർ പിന്നെ പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. ഒരു പ്രയാസം പിന്നെ എനിക്കുണ്ടായില്ല. എന്നെ സ്ഥിരമായി വന്ന് പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയും ശത്രുത കാണിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തിരിച്ച് ശത്രുത കാണിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പോയി മുസ്തഫ നബിയോട് പറഞ്ഞു. അപ്പോൾ മുസ്തഫ നബി എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. പക്ഷേ ഇത്തരം കാര്യം അള്ളാന്റെ ഹബീബിനോട് പോയിട്ട് ഒരു കാര്യം പറഞ്ഞ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ അള്ളാഹു പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുമല്ലോ, കാരണം ഇവരൊക്കെ അത്രയും വലിയ ആളുകളല്ലേ. അപ്പോൾ അള്ളാഹു തീരുമാനം ഉണ്ടാക്കി. റസൂലുള്ള ഈ പെണ്ണിനോട് ക്ഷമിക്കാൻ പറഞ്ഞു. പെണ്ണ് ക്ഷമിക്ക്, എൻ്റെ അയൽക്കാർ, എൻ്റെ നാട്ടിലുള്ള വലിയ രാജകിങ്കരന്മാർ, വലിയ വലിയ നേതാക്കന്മാർ, പ്രഭുക്കന്മാർ എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാൻ ക്ഷമിച്ചില്ലേ? ഹല്ലക ഫിയ ഉസ്വ, നിനക്ക് എന്നിലല്ലേ മാതൃകയുള്ളത്? ഫസ്ബിരി, നീ ക്ഷമിക്ക് പെണ്ണേന്ന് റസൂൽ എന്നോട് പറഞ്ഞു. ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചു, പക്ഷേ അള്ളാഹു ക്ഷമിച്ചില്ല. അള്ളാഹു പരിഹാരം ഉണ്ടാക്കി. ഫമാത അൽ ഖുദ്ദാമു സലാസ അല്ലദീന കാനു യുദൂനനി, എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന 3 പോലീസുകാരും പിന്നെ പെട്ടെന്ന് മരിച്ചു പോയി. എനിക്ക് പിന്നെ ഒരു പ്രയാസവും ഉണ്ടായതും ഇല്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ സമിഅതു ഖായിലൻ മിനർ റൗള, റൗളയിൽ നിന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടു. ഹൽ ലക ഫിയ ഉസ്വ ഫസ്ബിരി കമാ സബർതു, ഞാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചാളാ എന്ന് അള്ളാന്റെ ഹബീബ് എന്നോട് പറഞ്ഞു. ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നെ ആ വിഷയം നീങ്ങിപ്പോയി. എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന 3 ആളുകളും പെട്ടെന്ന് മരിച്ചു തീരുകയും ചെയ്തു. എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഹാഷിമിയത്ത് പറയുന്നതായി ബഹുമാനപ്പെട്ട തന്റെ രേഖപ്പെടുത്തി. എന്താ വിഷയം? ഉറക്കല്ല, ഉണർച്ച, നേരിട്ട് കാണുക, നേരിട്ട് കേൾക്കുക. ഇതൊന്നും അള്ളാഹു പ്രത്യേകക്കാരായ ആളുകൾക്ക് പ്രയാസമല്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. വിചാരിച്ചാൽ ഉയരാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ അത് പ്രയാസമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ആളുകൾക്ക് അതൊരു പ്രയാസമുള്ള കാര്യം അല്ല. അതൊക്കെ എളുപ്പത്തിൽ നടക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 4ാമത്തെ പ്രഭാഷണം നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നു. 5ാമത്തെ പ്രഭാഷണവുമായി നാളെ വീണ്ടും കാണാം. അത്ഭുതകരമായ സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ ഖുറശി എന്ന ലോകം കണ്ട മഹാൻ യഖ്ലത്തിൽ സയ്യിദ്നാ ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടത് നമ്മൾ ഇവിടെ പറഞ്ഞു, ഈ പ്രഭാഷണത്തിൽ പറഞ്ഞു. മഹാനായ ഇബ്നു സംഊൻ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടത്, തന്റെ മജ്ലിസിൽ കണ്ടത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമല്ല, വലാ യുൻകിറുഹാ ഇല്ലാ ജാഹിലുൻ, ഈ സംഭവം ജാഹിലല്ലാതെ നിഷേധിക്കുകയില്ല എന്നും പറഞ്ഞു. ജാഹിലല്ലാതെ നിഷേധിക്കും. ഹാഷിമിയത്തിന്റെ സംഭവം, ഹബീബായ റസൂലുള്ളാഹിനോട് മദീനയിൽ ഹബീബായ നബിയോടുള്ള വല്ലാത്ത അതിർപ്പമായ അത്ഭുതകരമായ സ്നേഹം കാരണം ഹബീബിന്റെ മുജാവറത്ത് ആഗ്രഹിച്ച് മദീനയിൽ താമസിച്ച പെണ്ണിനെ പോലീസുകാർ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഉണ്ടായ പരിഹാരവും യഖ്ലതമനമല്ല. ഇനിയും അനവധി സംഭവങ്ങളുണ്ട്. ചില സംഭവങ്ങൾ കൂടി അടുത്ത പ്രഭാഷണങ്ങളിൽ പറയും. അഹ്ലുസുന്ന എന്നാൽ ഹക്കായ മാർഗമാണ്. ആ മാർഗം ലക്ഷക്കണക്കായ ഇമാമിയങ്ങൾ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. കേവല പാറോലല്ല, അടിസ്ഥാന സത്യങ്ങള്, ലോകം കണ്ട സിദ്ദീഖീങ്ങളുടെ രേഖകൾ, ആ രേഖകളിൽ നിന്നാണ് ഈ വായിക്കുന്നത്. ഇതൊന്നും നിഷേധിക്കാൻ, ഈ പറഞ്ഞതൊന്നും നിഷേധിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഒരു സ്ഥലത്ത് യാഫി ഇമാമിനെ ഉദ്ധരിച്ചു, ഒരു സ്ഥലത്ത് ഇമാം അബു അബ്ദുല്ലാഹിൽ ഖുറശി തങ്ങളെ ഉദ്ധരിച്ചു, ഒരു സ്ഥലത്തോ കൊണ്ടുവന്ന കിതാബിൽ ഉദ്ധരിച്ചതിനെ ഞാൻ സംസാരിച്ചു. ഇവരൊക്കെ ലോകം കണ്ട അഇമ്മത്താണ്. ഇവരെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് അവരോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് നമുക്ക് ചർച്ചയുമില്ല. ഇവിടെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്ന മുഅ്മിനീങ്ങളെ പറ്റിയാണ് ചർച്ചയുള്ളത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ദാറുൽ ഖുർആന്റെ മുറ്റത്താണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 150ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണം. നിങ്ങളെപ്പോലത്തെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന നല്ല നല്ല സുമനസ്സുകൾ നൽകുന്ന അകമഴിഞ്ഞ സംഭാവന കൊണ്ടാണ് ഈ സ്ഥാപനം നടത്തിപ്പോരുന്നത്. കുട്ടികൾക്ക് ഹിഫ്ള് നൽകുന്നു, പിന്നെ ശരീഅത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നു, പിന്നെ വിവിധങ്ങളായ ലോകഭാഷകൾ അവരെ പഠിപ്പിക്കുന്നു. കാലഘട്ടത്തിനൊത്ത ഒരു പ്രബോധകനായി സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തമായ ആ പന്ഥാവിനെ ലോകത്ത് മുന്നിൽ അവതരിപ്പിക്കാൻ കരുത്തുറ്റ ഒരു പ്രതിഭയായി അവളെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ദാറുൽ ഖുർആന്റെ ലക്ഷ്യം. നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണം. ദൈനംദിന ചെലവുകൾക്ക് പോലും നിങ്ങളെപ്പോലത്തെ ഉദാരമതികളുടെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല. അതിന് പുറമേ കുട്ടികളുടെ അസൗകര്യം കാരണം വലിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കുള്ള ടീച്ചിങ്ങിന് വേണ്ടിയും അവരുടെ ഹോസ്റ്റലായിട്ടും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയും വലിയ പണം ആവശ്യമുണ്ട്. നിങ്ങൾ സഹായിക്കണം. 84 സെന്റ് ഭൂമി ഇപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ തർബിയത്ത് ചെയ്യാൻ, അവർക്ക് ഹിഫ്ള്, തസ്കിയത്തുൻ നഫ്സ്, അവർക്ക് അത്യാവശ്യമായ ദീനി കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു മഹദീരത്നമായി അവരെ വാർത്തെടുക്കാനുള്ള ഒരു ഭൂമി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന് സുമനസ്സുകൾ സഹായിച്ചു. ഇനി അതിൽ ക്യാമ്പസ്, പുതിയ ബിൽഡിംഗ് കെട്ടണം. അതിനാവശ്യമായ പണം നിങ്ങൾ നൽകണം. വലിയ നിഅമത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ആ നിഅമത്തുകൾ ദാറുൽ ഖുർആനുമായി ബന്ധപ്പെടണം. ഈ സാധുവുമായോ ദാറുൽ ഖുർആനുമായോ ബന്ധപ്പെട്ട് അതിന് പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം. നമ്മുടെ കയ്യിലല്ല, നിങ്ങളെ കയ്യിൽ ചെയ്ത നിഅമത്തിൽ നിന്ന് നമ്മളെ കയ്യിൽ നിങ്ങളെപ്പോലത്തെ സാധുക്കളായ ആളുകൾ, സുമനസ്സുകളായ ആളുകൾ നൽകിയതിൽ നിന്നാണ് ഇതൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരുടെയും വലിപ്പത്തരമല്ല. നിങ്ങളെല്ലാവരും ഇന്ന് വരെ ദാറുൽ ഖുർആനെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെ സമ്പത്തിൽ നിന്ന്, നിങ്ങളെ ധനത്തിൽ നിന്ന്, നിങ്ങളെ ഭൂമിയിൽ നിന്ന്, നിങ്ങളെ വരുമാനത്തിൽ നിന്ന് ദാറുൽ ഖുർആന് വേണ്ടി ദൈനംദിനം നീക്കി വെക്കുകയും വലിയ നിഅമത്തുള്ള ആളുകൾ നിങ്ങളെ കയ്യിലുള്ള നിഅമത്തിൽ നിന്ന് ദാറുൽ ഖുർആന്റെ ബിൽഡിങ്ങുകളുടെ പണിയെല്ലാം നിങ്ങൾ സ്വമേധയായി എടുത്തു തരുകയോ എടുക്കുന്നതിൽ സഹകരിക്കുകയോ ചെയ്യണമെന്ന് വളരെ നിങ്ങൾ ഒരു രൂപ തന്നാൽ ആ ഒരു രൂപ പൂർണ്ണമായും ദാറുൽ ഖുർആന് വേണ്ടി ചെലവഴിക്കും എന്നും ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം തരുന്നു. അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിൽ നമ്മെ ചേർക്കട്ടെ. ദീനെ നശിപ്പിക്കുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ദീനിനെ ഹയാത്താക്കാനുള്ള ആ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على جميع الأنبياء والمرسلين والحمد لله റബ്ബിൽ ആലമീൻ. ഈ പാവപ്പെട്ടവന് വേണ്ടിയും
എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്